മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്, മലയാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമാണെങ്കിൽ നമ്മുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകളിൽ ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് ഞങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ഫോളോ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷയാണ് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലെ ഓരോ പ്രവർത്തനമാണ്, പരീക്ഷയ്ക്ക് വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിലപ്പുറത്തുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം എന്ന് പറയുന്ന അനുഭവക്കുറിപ്പുമായിട്ട് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിനും ബാച്ചുകളുണ്ട്. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രാണ ബാച്ചാണ്, 5 പൃഥ്വിയാണ്, 6 വജ്രയാണ്, 7 അവെഞ്ചേഴ്സാണ്. അതുപോലെ 8, 9, 10, +1, +2, നീറ്റ്, JEE എല്ലാം നമുക്ക് ബാച്ചുകളുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെയുള്ള അടിപൊളി ഒരു ബാച്ചാണ്. ഓരോ സമയത്തും അതിന് ഓഫറുകൾ വരാറുണ്ട്. 9995400800 എന്ന് പറയുന്ന ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ചെയ്യേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളി മക്കളായിട്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുക കേട്ടോ. ഇനി അമ്മയ്ക്കൊപ്പം എന്ന് പറയുന്ന അനുഭവക്കുറിപ്പിലോട്ട് പോകാം. അമ്മ എല്ലാവർക്കും എന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടതാണ്, വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അമ്മയില്ലാത്ത ഒരു ദിവസത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മ വീട്ടിലില്ലാത്ത ഒരു ദിവസം വീട് തന്നെ ഉറങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, വീട് തന്നെ ഇറങ്ങിപ്പോകുന്നതായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അനുഭവമാണ്. നിങ്ങൾക്കും അമ്മയോടൊപ്പമുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ പല പാഠങ്ങളിലായിട്ട് ഈ ഒരു അമ്മയുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു അനുഭവക്കുറിപ്പ് എഴുതാണ്, ഞാൻ എൻ്റെ മാതൃക എഴുതുന്നു, നിങ്ങൾ നിങ്ങളുടേതായ മാതൃകയിൽ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എഴുതാം കേട്ടോ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഇടം അത് അമ്മയുള്ള ഇടമാണ്. കുട്ടിക്കാലത്ത് അവധി ദിവസങ്ങളിൽ അമ്മ വീട്ടിൽ കൂടാൻ പോകും, അമ്മയുടെ വീട്ടിൽ കൂടാൻ പോകും. അന്നൊക്കെ അമ്മയെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് തിരിച്ചു വരാറ് പതിവായിരുന്നു. അമ്മ വീട്ടിലില്ലാത്ത ഒരു ദിവസം വീട് തന്നെ ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നും. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ വീട്ടിലില്ല. മംഗലാപുരത്തുള്ള മൂത്തമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലാണെന്നും അമ്മ കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ പുസ്തകക്കെട്ടും അവിടെ വെച്ച് കുറേ നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. അടുക്കളയിൽ പോയപ്പോൾ അമ്മയില്ലാത്ത അടുക്കള മൗനിയായതുപോലെ. മുളക് ചുട്ടരച്ച ചമ്മന്തിയും കുരുമുളകിട്ട് വറ്റിച്ച മത്തിക്കറിയും പറമ്പായ പറമ്പ് മുഴുവൻ പറിച്ചു കൊണ്ടുവന്നുണ്ടാക്കുന്ന ഇലക്കറിയും ഉപ്പേരിയും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന അമ്മ. കുളിച്ച് ചോറ് കഴിക്ക് പെണ്ണേയെന്ന് ഒരു 10 വട്ടമെങ്കിലും പറഞ്ഞാലേ യൂണിഫോം അഴിച്ചൊന്ന് കുളിക്കാൻ കയറുള്ളൂ. ആരും പറയാതെ അന്ന് കുളിച്ചു. അനിയനോട് തല്ലുകൂടാൻ ഒന്നും പോകാതെ അവനെയും കൂട്ടി ഭക്ഷണം കഴിച്ചു. സ്കൂളിലെ അന്നത്തെ വിശേഷമെല്ലാം അമ്മയോട് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നും ഭക്ഷണം കഴിക്കാറ്. അന്ന് കഴിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് വീട്ടിൽ ഫോണൊന്നുമില്ല. അടുത്ത വീട്ടിലെ സുഹൃത്തയുടെ വീട്ടിലേക്ക് അമ്മ വിളിച്ചു. രണ്ടാളും കൂടി അടിയൊന്നും കൂടരുത്, ശാന്തമ്മേനോട് ഞാൻ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, വല്യമ്മയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഫോൺ വെച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, എനിക്കും കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരു അനുഭവക്കുറിപ്പാണ് അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് മക്കളെ, അനുഭവക്കുറിപ്പ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അനുഭവമാണ്. ഇതെൻ്റെ റിയൽ ആയിട്ടുള്ള അനുഭവമാണ്. ഇതിലൊന്നും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. ഇത് നടന്ന കാര്യമാണ്. ഇതെൻ്റെ അനുഭവക്കുറിപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്ത ഏടുകളാവുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് മനോഹരമായിട്ട് ഭംഗിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലൈവ് ക്ലാസ്സുകൾ കാണുക. അതിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നൽകാറുള്ളത്. ഇത്തരം വീഡിയോസിലൂടെ 1, 2 ചോദ്യങ്ങൾ മാത്രമാണ് നൽകാറുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട അടിപൊളി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.